എൻ്റയർ കൺട്രി ഈസ് ലുക്കിംഗ് ഫോർ ദി മൺസൂൺ ഓൺസെറ്റ്. അതുകൊണ്ടാണല്ലോ കേരളത്തെ മൺസൂണിൻ്റെ കവാടം എന്നൊക്കെ വിളിക്കുന്നത്. ഈ വർഷത്തെ മൺസൂണെ ഇത്ര വിഗ്രസ് ആക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യമുള്ളപ്പോഴാണ് ആ ജില്ലയിൽ പൊതുവെ റെഡ് അലർട്ട് പറയുന്നത്. കൃത്യതയോടുകൂടി ഇന്ന സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇന്നുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല ലോകത്തുള്ളതും. മേപ്പാടി പഞ്ചായത്തിൽ ഒരേപോലെ മഴ കിട്ടിയിട്ട് എന്തുകൊണ്ട് മുണ്ടകയിൽ മാത്രം ഉരുൾപൊട്ടലുണ്ടായി? ഇടിമിന്നൽ പ്രവചനം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഈ ഉരുൾപൊട്ടൽ പ്രവചനത്തിനേക്കാളും സങ്കീർണമായിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ മൺസൂണിൽ ഒറ്റ ദിവസം 34-35 ആൾക്കാർ ഒരു ദിവസം ഉണ്ടായ ഒരു ഇവൻറ്റിൽ മരിച്ചിട്ടുണ്ട്. മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് പോകുമ്പം അതിൻ്റേതായിട്ടുള്ള അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. നാളത്തേക്ക് റെഡ് അലേർട്ട് പറയുന്നു, അതിതീവ്ര മഴയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇന്നേ മാറി താമസിക്കണമെന്നോ ഒഴിഞ്ഞു പോകണമെന്നൊന്നുമില്ല. 30 സെൻറ്റിമീറ്റർ മഴ 2 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു റെഡ് അലേർട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി അവിടുന്ന് മാറുക എന്നുള്ളതേ ഉള്ളൂ. ഏത് മൺസൂൺ കാലഘട്ടത്തെയും പേടിയോടുകൂടി തന്നെ അപ്രോച്ച് ചെയ്യണം. കുസാറ്റിലെ കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷാണ് ഇന്ന് റിപ്പോർട്ടറിൻ്റെ കൂടെ ചേരുന്നത്. നമസ്കാരം. ഇപ്പം 2009 ശേഷം ഒരിക്കൽ കൂടി മൺസൂൺ നേരത്തെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ പറയാം സ്കൂൾ ഓർക്കുമ്പോൾ മഴ വരുന്നു എന്ന് പറയുന്ന പോലെ ജൂണിലായിരുന്നു മഴ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം മെയ് അവസാനത്തോടു കൂടിയിട്ട് നല്ല മഴ വന്നിട്ടില്ല, മൺസൂൺ ആരംഭിച്ചിരിക്കുകയാണ്. ഈ നേരത്തെയുള്ള മൺസൂൺ നമുക്ക് പ്രകൃതിപരമായിട്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരു മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്ഥിരതയുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് സിസ്റ്റം ഇല്ല. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജൂൺ 1 കേരളത്തിൽ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും സ്ഥിരതയാർന്ന ഒരു കാലാവസ്ഥാ വ്യൂഹമാണ് മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നോക്കുമ്പം മൺസൂണിന് വലിയ ചേഞ്ചസ് വന്നിട്ടില്ല ആസ് എ സിസ്റ്റം. അപ്പം യു ക്യാൻ എക്സ്പെക്ട് മൺസൂൺ ഫോർ ദി നെക്സ്റ്റ് 10,000 years. സോ ആ സ്റ്റെബിലിറ്റി ഉണ്ട് മൺസൂൺ സിസ്റ്റത്തിന്. പക്ഷേ അതിൽ മൺസൂണിനുള്ളിലുള്ള വേരിയബിലിറ്റിയാണ് കൂടിയിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ പോലെ മൺസൂൺ നേരത്തെ എത്തുന്നു, കുറച്ച് താമസിക്കെത്തുന്നു, അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പം ഒരു ദീർഘകാല ഡേറ്റ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മെയ് 19 മൺസൂൺ എത്തിയ അവസരമുണ്ട്, ജൂൺ 12 മൺസൂൺ എത്തിയതുണ്ട്. അപ്പം ആ ഒരു വേരിയബിലിറ്റി. പക്ഷേ മോറോർലെസ് അറൗണ്ട് 1 ജൂണാണ് ഓൺസെറ്റ് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് ±5 days അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അത് നോർമലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വന്നത് ഒരു 8 ദിവസം മുന്നേ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2009 ശേഷം ഇത്രയും നേരത്തെ മൺസൂൺ എത്തുന്നതാണ്. പേടിപ്പിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല. അതിൽ നോർമലാണ്. മൺസൂൺ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്, നേരത്തെയും വന്നിട്ടുണ്ട്, താമസിച്ചും വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ കാരണം അറ്റ്മോസ്ഫിയറിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഇൻറ്റേർണൽ വേരിയബിലിറ്റി ഉണ്ട്. ഓരോ വർഷവും നടക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മൺസൂൺ എത്തുന്നതിലും അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ ആകാം, ചിലപ്പോൾ ഡിലേ ആകാം. പക്ഷേ മോറോർലെസ് അറൗണ്ട് ജൂൺ മൺസൂൺ എത്തും എന്നുള്ളത് അതിൻ്റെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് ഒത്തിരി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മൺസൂൺ നേരത്തെ എത്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. മൺസൂൺ എത്തി, ഇപ്രാവശ്യം നേരത്തെ എത്തി. പിന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മൺസൂൺ ഓൺസെറ്റ് സമയത്ത്, അതായത് ഓൺസെറ്റ് നടക്കുന്ന അവസരങ്ങളിൽ അറബിക്കടലിൽ ഈ പറഞ്ഞ പോലെ ഈ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദങ്ങളും പലപ്പോഴും അത് സൈക്ലോണായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പം മാറ്റം അവിടെയാണ് സംഭവിക്കുന്നത്. അതായത് മൺസൂൺ പണ്ടെത്തുമ്പം ഈ ന്യൂനമർദ്ദങ്ങളും സൈക്ലോണും ഒന്നും ഇല്ലാതെ ചെറിയൊരു ചക്രവാത ചുഴിയുടെ സാന്നിധ്യത്തിലാണ് മൺസൂൺ ഓൺസെറ്റ് നടക്കുന്നത്. അതിനെ നമ്മൾ പൊതുവേ ലക്ഷദ്വീപിൻ്റെ അടുത്തുള്ള ഒരു ഓൺസെറ്റ് ഓർട്ടക്സ് എന്നൊക്കെയാണ് പറയുന്നത്, ഓൺസെറ്റ് ചക്രവാത ചുഴി. അപ്പോൾ അത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് മാറിക്കൊണ്ട് ആ ചക്രവാത ചുഴി കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്ത് പല അവസരങ്ങളിലും ലോ പ്രഷറായിട്ട് മാറും. ചില അവസരങ്ങളിൽ അത് ഡിപ്രഷൻ, അതിതീവ്ര ന്യൂനമർദ്ദം, ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദം, അതിതീവ്ര ന്യൂനമർദ്ദം സൈക്ലോണായിട്ട് മാറും. അപ്പം അതാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് മൺസൂൺ നേരത്തെ വരും, പക്ഷേ സൈക്ലോണോ വലിയ ന്യൂനമർദ്ദങ്ങളോ ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്പം വരുമ്പം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ അതേ സമയത്ത് എത്തുന്നുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ അറബിക്കടലിൽ സൈക്ലോണുകൾ രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ ന്യൂനമർദ്ദങ്ങൾ രൂപം കൊള്ളുന്നത് പതിവായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ സംഭവിക്കുന്ന മാറ്റം,
അവിടെയാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ആ സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത് ഇപ്പം പശ്ചിമ തീരത്ത് നമുക്കറിയാം മൺസൂൺ ഓൺസെറ്റ് ഓവർ കേരള എന്ന് പറയുന്നത് ഒരു സിംഗുലാരിറ്റിയാണ്. അതെല്ലാവരും എൻ്റയർ കൺട്രി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദി മൺസൂൺ ഓൺസെറ്റ്. അതുകൊണ്ടാണല്ലോ കേരളത്തെ മൺസൂണിൻ്റെ കവാടം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കവാടത്തിലൂടെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് മൺസൂൺ പ്രവേശിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതർവൈസ് കേരളത്തിൽ മൺസൂൺ എത്തിയാൽ മഹാരാഷ്ട്രക്കാർക്ക് എന്താണ് കാര്യമില്ല. അതെന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് മൺസൂൺ പ്രവേശിക്കുന്നത് കേരളത്തിലൂടെയാണ്. അതിൻ്റെ ഒരു നോർമൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൗഡ് ബാൻഡ് മൺസൂൺ മഴമേഘങ്ങൾ തെക്ക് നിന്നും വടക്കോട്ട് സഞ്ചരിക്കുന്ന മഴമേഘങ്ങളാണ്. അതായത് മൺസൂൺ ഓൺസെറ്റ് കേരളത്തിലെത്തി, അത് കഴിഞ്ഞ് 10 ദിവസം 5-6 ദിവസം കഴിയുമ്പോൾ മംഗലാപുരത്തെത്തുന്നു, പിന്നീട് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഗോവയിലെത്തുന്നു, 15 ദിവസം കഴിയുമ്പോൾ ഗുജറാത്തല്ലേ മഹാരാഷ്ട്രയിലെത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മൾ പണ്ട് ഈ ക്ലൗഡ് മേഘദൂത് എന്നൊക്കെ പറയുന്നത്. ക്ലൗഡ് മൂവ് ചെയ്യുന്ന ഒരു പാറ്റേണാണ് മൺസൂൺ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ ഓൺസെറ്റ് നടക്കുന്നത് എല്ലാവരും വീക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഓൺസെറ്റ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോഴാണ് കർണാടകത്തിലെത്തുന്നത്. അപ്പം കർണാടകത്തിലെ കർഷകർക്ക് ഇത് നോക്കേണ്ടി വരും. കാരണം ദേ ക്യാൻ ആൻറ്റിസിപ്പേറ്റ് റെയിൻ ആഫ്റ്റർ 10 days. മനസ്സിലായി? അപ്പോൾ അതിനനുസരിച്ച് അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ രൂപപ്പെടുത്തും. അപ്പം അവിടെയാണ് മാറ്റം വരുന്നത്. അപ്പം ആ ഒരു നോർമൽ പ്രോഗ്രഷൻ ഉണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞ് ഗോവയിലെത്തുന്നു, 15 ദിവസം കഴിയുമ്പോൾ ഗുജറാത്തിലെത്തുന്നു, അല്ലെ 15-20 ദിവസം കഴിയുമ്പോൾ ഗുജറാത്ത്. മോറോർലെസ് ഒരു ജൂലൈ പകുതിയോടുകൂടിയുടെ എൻ്റയർ കൺട്രിയിൽ മൺസൂൺ എസ്റ്റാബ്ലിഷ് ചെയ്യത്തുള്ളൂ. അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഈ ചുഴലിക്കാറ്റും ന്യൂനമർദ്ദങ്ങളും വരുന്നത് കൊണ്ട് സംഭവിക്കുന്നത് മൺസൂണിൻ്റെ വരവിനെ ഇതൊന്ന് ഫാസ്റ്റാക്കും. മൺസൂൺ യഥാർത്ഥത്തിൽ ഈ വർഷം സംഭവിച്ചത് കന്യാകുമാരി തീരത്ത് 23-ാം തീയതി എത്തിയ മൺസൂൺ ഒറ്റ ദിവസം കൊണ്ട് ഗോവ മഹാരാഷ്ട്ര വരെ എത്തി. സാധാരണഗതിയിൽ അത് 10 ദിവസം എടുക്കുന്നതാണ്, അല്ല 10-12 ദിവസം എടുക്കുന്നതാണ്. ഇവിടെ സംഭവിച്ച മാറ്റം എന്ന് പറഞ്ഞത് ഫാസ്റ്റായിട്ടുള്ള പ്രൊപ്പഗേഷൻ. 10 ദിവസം കൊണ്ട് നടക്കുന്ന ആ ഒരു മാറ്റം ഒറ്റ ദിവസം കൊണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് വന്നതാണ് ഈ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനം. ന്യൂനമർദ്ദമാണ് യഥാർത്ഥത്തിൽ ഈ മൺസൂൺ കാറ്റിനെ വലിച്ച് കൊണ്ടുപോയത്. അവിടെ സംഭവിച്ച വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ പഠനത്തിലൊക്കെ ഈ ന്യൂനമർദ്ദത്തെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്നത് മൺസൂണിനെ ഫാസ്റ്റ് പ്രൊപ്പഗേഷൻ എലോങ് ദി വെസ്റ്റ് കോസ്റ്റിൽ കൂടെ ഈ ന്യൂനമർദ്ദം കാരണം മൺസൂൺ ഫാസ്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആണ്, നമ്മുടെ തന്നെ ഒരു പഠനങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മൺസൂൺ ഈ ചുഴലിക്കാറ്റിലേക്ക് ഈ മൺസൂൺ കാറ്റും അതിൻ്റെ മഴമേഘങ്ങളും എല്ലാം അങ്ങ് പുള്ളി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു മൺസൂൺ എൻ്റെ ഒരു പഴയ ഒരു ഭാവത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ മൺസൂൺ നേരത്തെ ചുഴലിക്കാറ്റുകളൊക്കെ അനുബന്ധിച്ച് വരുന്ന അവസരങ്ങളിൽ മൺസൂണിൻ്റെ പ്രൊപ്പഗേഷനെ പൊതുവെ ഫാസ്റ്റാക്കും. അതിനുശേഷം ഒരു മൺസൂൺ ആക്ടിവിറ്റി ഒന്ന് കുറയുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് വിപരീതമായി ഈ വർഷം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂനമർദ്ദം വീക്കായതോടുകൂടി അടുത്തൊരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ഫോം ചെയ്തു. ഒരുപക്ഷെ ബംഗാൾ ഉൾക്കടലിൽ ഈ ന്യൂനമർദ്ദം ഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് മഴ മാറി നിന്നേനെ. യഥാർത്ഥത്തിൽ വീണ്ടും ഒരു മൺസൂൺ മഴ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 10-15 ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ന്യൂനമർദ്ദം കരയിലേക്ക് കയറിയതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വർഷത്തെ മൺസൂണെ ഇത്ര വിഗ്രസ് ആക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇരട്ട ന്യൂനമർദ്ദങ്ങളാണ്. ഒന്ന് അറബിക്കടലിൽ തുടക്കത്തിൽ മൺസൂണിനെ ഫാസ്റ്റാക്കി, പിന്നീട് ഇപ്പോൾ ഉണ്ടായ ബേ ഓഫ് ബംഗാളിലെ സിസ്റ്റം മൺസൂണിനെ കൂടുതൽ സമയം കേരളത്തിൽ അല്ലെങ്കിൽ പശ്ചിമ തീരത്തും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ഫാസ്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സഹായിച്ചു. ഇപ്പം വരുന്നത് ഒരു 5 ദിവസത്തേക്കെങ്കിലും മിനിമം അതിശക്തമായ മഴ നിലനിൽക്കുന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത്രയും മഴ താങ്ങാനുള്ളൊരു ശേഷി നമ്മുടെ മണ്ണിനോ നമ്മുടെ അന്തരീക്ഷത്തിന് ഇപ്പോൾ ഉണ്ടോ? അല്ല, പണ്ട് കാലത്തും ഞാൻ പറയാം, അവിടെയും നമ്മൾ പണ്ട് കാലത്തും ഇങ്ങനെ തന്നെ മൺസൂൺ മഴ വന്നുകൊണ്ടിരുന്നത്. മൺസൂൺ മഴ ഇങ്ങനെ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് വന്ന് പോകുന്ന ഒരു മഴയുടെ പാറ്റേണല്ല. അപ്പം മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഏത് പ്രദേശത്തായാലും മൺസൂൺ ആക്റ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പം നമുക്കൊരു സ്പെല്ലായിട്ടാണ് വരുന്നത്. അത് ഒരു 4-5 ദിവസം ആ ഒരു ഇൻറ്റൻസിറ്റി കീപ്പ് ചെയ്യുന്ന തരത്തിൽ ഒരു നല്ല രീതിയിൽ മഴ കിട്ടുന്ന ഒരു സ്പെല്ലായിട്ടാണ് മൺസൂൺ വരുന്നത്. അപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്, സാഹചര്യമുണ്ട്. അത് കാരണം ഈ സ്പെല്ലായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവിടെയും സ്പെല്ലായിട്ട്
മൺസൂൺ പണ്ടും ഇതുപോലെ ആക്റ്റീവ് ബ്രേക്ക് സൈക്കിൾ എന്നൊക്കെ ഞങ്ങൾ പറയും ടെക്നിക്കലി. അതിന് സജീവ നിർജീവ കാലഘട്ടത്തിലൂടെയാണ് മൺസൂൺ കടന്നു പോകുന്നത്. അതായത് ഈ ക്ലൗഡ് ബാൻഡ് ഉണ്ടല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞ ക്ലൗഡ് ബാൻഡ്, അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫോം ചെയ്തിട്ട് അത് വടക്കോട്ട് നീങ്ങും. വടക്കോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അത് നീങ്ങുന്ന സ്ഥലങ്ങളിലാണ് മഴ കിട്ടുന്നത്. അപ്പോൾ ഇത് നീങ്ങിപ്പോകുമ്പോൾ പഴയ സ്ഥലത്ത് മഴ കിട്ടത്തില്ല. അപ്പം ക്ലൗഡ് ബാൻഡ് നീങ്ങി പോകുമ്പോൾ ഓരോ പ്രദേശത്തും സജീവ കാലഘട്ടത്തിലേക്ക് അത് മാറും. അപ്പോൾ പോകുന്ന സ്ഥലത്ത് അത് നിർജീവ കാലഘട്ടത്തിലേക്കും. അപ്പം ആ ഒരു പ്രൊപ്പഗേഷനാണ് നമ്മൾ ഇത് സൈക്കിളായിട്ട് പറയുന്നത്, ആക്റ്റീവ് ബ്രേക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം അത് പൊതുവേ മൺസൂണിൻ്റെ ഒരു മറ്റൊരു സ്വഭാവമാണ്. മൺസൂൺ ജൂൺ 1 വരുന്നതെന്ന് പറഞ്ഞ പോലെ ഈ 4 മാസം നീണ്ടു നിൽക്കുന്ന മൺസൂൺ കാലം ജൂൺ 1 തൊട്ട് അല്ലെങ്കിൽ സെപ്റ്റംബർ 30 വരെ നമ്മൾ കലണ്ടർ ഇയറായിട്ട് ഇതായിട്ട് പറയുമെങ്കിലും ആ കാലഘട്ടത്തിൽ എപ്പോഴും ഒരേപോലെ നമുക്ക് മഴ കിട്ടത്തില്ല. നമുക്ക് ഒരു 3-4 സ്പെല്ലായിട്ടാണ് കിട്ടുന്നത്. ആദ്യം ഒരു ആക്റ്റീവ് സ്പെല്ല്, പിന്നെ ഒരു ബ്രേക്ക് സ്പെല്ല്, പിന്നെ ഒരു ആക്റ്റീവ് സ്പെല്ല്. എങ്ങനെ പോയാലും ഒരു 2-3 ആക്റ്റീവ് സ്പെല്ല് കിട്ടും നമുക്ക്. അത് ഓരോ മാസത്തിൽ ജൂണിൽ ഒരെണ്ണം തുടക്കത്തിൽ കിട്ടും, പിന്നെ ജൂലൈയിൽ കിട്ടും, ഓഗസ്റ്റിൽ കിട്ടും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ ഒരു കൂടെ. അപ്പം 4 ആക്റ്റീവ് സ്പെല്ലൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സീസണിൽ 4 ആക്റ്റീവ് സ്പെല്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സീസണിൽ നമുക്ക് അതിവർഷം എന്ന് പറയാൻ പറ്റും. മനസ്സിലായി? ചില അവസരങ്ങളിൽ മൺസൂൺ ചിലപ്പോൾ ഡിലേ ആവും. ഇപ്പോൾ ജൂൺ 1 മൺസൂൺ, ജൂൺ 10 മൺസൂൺ വരുന്നു. പിന്നീട് ഒരു സെപ്റ്റംബർ 30 വരെ നമുക്ക് ഒരു 3 ആക്റ്റീവ് സ്പെല്ലിനുള്ള സാധ്യതയേ ഉള്ളൂ. ഇപ്പം സംഭവിച്ചെന്താ, മെയ്യിലേ തന്നെ മൺസൂൺ എത്തി, ഇപ്പം ഒരു സജീവ കാലഘട്ടം ഒരു ആക്റ്റീവ് സ്പെല്ല് കിട്ടി, വീണ്ടും 4 മാസം കിടക്കുകയാണ്. ആ 4 മാസം കൊണ്ട് എന്തായാലും ഒരു 3 ആക്റ്റീവ് സ്പെല്ല് നമുക്ക് പ്രതീക്ഷിക്കാം. പണ്ട് കാലഘട്ടത്ത് നമുക്കൊരു ഈ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള മിതമായ മഴയായിരുന്നു കിട്ടിയിരുന്നത്. ആക്റ്റീവ് സ്പെല്ലിലാണെങ്കിൽ പോലും നമുക്ക് മിതമായിട്ടുള്ള ഒരു റെയിൻ ഇൻറ്റൻസിറ്റി, ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ആയിരുന്നു. അതായത് 24 സെൻറ്റിമീറ്റർ, ചിലപ്പം നമുക്ക് അതിതീവ്ര മഴയൊക്കെ കിട്ടുമായിരിക്കും ഒരു ദിവസത്തെ സ്കെയിലിൽ. അത് 24 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്ററിന് മേളിൽ പോകുമ്പോൾ അതിതീവ്ര മഴയെന്ന് പറയുന്നത്. പക്ഷേ ഈ അതിതീവ്ര മഴ ഒരു ദിവസം കിട്ടുന്നത് 1 മണിക്കൂർ ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ മഴ വെച്ചിട്ടായിരിക്കും 24 മണിക്കൂർ 24 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. നീണ്ടു നിൽക്കുന്ന മഴയാണ്, ഒരു ദിവസം മൊത്തവും നീണ്ടു നിൽക്കുന്ന മഴ. പക്ഷെ ഇപ്പോഴും നമുക്ക് ഈ അതിതീവ്ര മഴ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അതിതീവ്ര, പക്ഷെ ഇത് വരുന്നതെല്ലാം സ്പെല്ലായിട്ടാണ്. മഴ വരുമ്പം ഭയങ്കര ഇൻറ്റൻസിറ്റി ഉള്ള, ഇപ്പം 1 സെൻറ്റിമീറ്റർ മഴ 1 മണിക്കൂർ കിട്ടിയ സ്ഥലത്ത് 2-3 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നു, എന്നിട്ടൊരു ചെറിയ ഇടവേള കിട്ടുന്നു, വീണ്ടും ഒരു മഴ കിട്ടുന്നു. ആ തരത്തിൽ മഴയുടെ പെയ്ത്ത് രീതിയിൽ മാറിയുന്നു. ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം ഓൾറെഡി പ്രളയ മുന്നറിയിപ്പൊക്കെ ചില സ്ഥലങ്ങളിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. 2018 ശേഷം നമുക്കിനി ഒരു പ്രളയം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മഴ പേടിക്കാനുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും നമ്മൾ ഏത് മൺസൂൺ കാലഘട്ടത്തെയും പേടിയോടുകൂടി തന്നെ അപ്രോച്ച് ചെയ്യണം. കാരണം ഇത് പണ്ട് കാലത്തും നമുക്കറിയാമല്ലോ, പണ്ട് കാലത്തും നമ്മുടെ പ്രദേശത്ത് മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് പോകുന്ന അവസരങ്ങളിൽ വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ 2018 ബെഞ്ച് മാർക്ക് എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് പറയുന്നത്. അതർവൈസ് എല്ലാ മൺസൂൺ സീസണും ഈ മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് പോകുമ്പം അതിൻ്റേതായിട്ടുള്ള അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഏത് മൺസൂൺ സമയത്തും നമുക്കിത് പ്രതീക്ഷിക്കാം. പക്ഷെ 2018 സ്കെയിലിലേക്ക് പോകണോ ഇല്ലയോ എന്നുള്ളത് നമുക്കത് ആ ഒരു പ്രോഗ്രസ് വരുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പം നമുക്ക് നല്ലൊരു സ്പെല്ലാണ് കിട്ടിയത്. അത് സ്പെല്ല് കണ്ടിന്യൂ. 2018 സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരാശരി ഓരോ മാസവും ശരാശരി കിട്ടേണ്ട മഴയുണ്ട്. ജൂണിലൊരു 70 സെൻറ്റിമീറ്റർ മഴ, ജൂലൈയിൽ വീണ്ടും ഒരു 65-70 സെൻറ്റിമീറ്റർ മഴ, ഓഗസ്റ്റ് വരുമ്പോഴത്തേനും ഒരു 50 സെൻറ്റിമീറ്റർ, സെപ്റ്റംബറിൽ ഒരു 40 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, മന്ത്ലി ഡിസ്ട്രിബ്യൂഷൻ. 2018 എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ മെയ്യിലെ തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല വലിയ മഴയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഓരോ മാസവും കിട്ടേണ്ടതിനേക്കാളും കൂടുതൽ മഴയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അത് ഓഗസ്റ്റ് പകുതി ആയപ്പോഴത്തേന് വന്ന ഒരു സജീവ കാലഘട്ടത്തിൽ വന്നപ്പം കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആക്റ്റീവ് സ്പെല്ലുണ്ടായി. അത് ഓഗസ്റ്റിലാണ് ഉണ്ടാകുന്നത്. ജൂണിലും ഇതുപോലത്തെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന തരത്തിൽ 2018 ജൂണിലും ഇപ്പം നമുക്ക് കിട്ടുന്ന പോലെ തന്നെ വടക്കൻ കേരളത്തിലുമൊക്കെ നല്ല മഴ കിട്ടി. ജൂലൈയിലും ഇതുപോലെ ഒരു സ്പെല്ല് കിട്ടി. അപ്പം ഈ 2 നല്ല സ്പെല്ല് കിട്ടിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ജലാശയങ്ങളും നമ്മുടെ വെസ്റ്റേൺ ഗാട്സിലെ സ്ഥലങ്ങളും ഒക്കെ ജലപൂരിതമായിട്ട് മാറി അതൊക്കെ എന്താ പറയുക ഒരു അപകടാവസ്ഥയിൽ എത്തുന്ന നിൽക്കുന്ന അവസരം. അങ്ങനെ വരുന്ന സമയത്താണ് 3ാമത്തെ സ്പെല്ല് വരുന്നതെങ്കിൽ ഈ വർഷവും നമുക്കത് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ ഇത് 2 സ്പെല്ല്, ഇപ്പൊ ആദ്യത്തെ സ്പെല്ല് ഇപ്പൊ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഉരുൾപൊട്ടൽ ചില ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ വെള്ളം കയറിയതും ഒഴിച്ചാൽ വേറെ വലിയ വിഷയങ്ങളൊന്നും ഫസ്റ്റ് സ്പെല്ല് നമുക്കില്ല.
2018 ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് സ്പെല്ല് വലിയ വിഷയങ്ങളില്ല, ജൂണിലെ സ്പെല്ല്. കുറച്ച് ദിവസം എന്തായാലും ഒരു അതിതീവ്ര മഴ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഈ മഴയുടെ കാറ്റഗറി എങ്ങനെയാണ് തീരുമാനം? തീവ്ര മഴ, അതിതീവ്ര മഴ, അങ്ങനെ ആ കാറ്റഗറി ഡിവൈഡ് ചെയ്യുന്നത്? പൊതുവേ നമ്മൾ മഴയെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇപ്പം ഒരു 12 സെൻറ്റിമീറ്റർ മുകളിൽ അല്ലെങ്കിൽ ഒരു 20 സെൻറ്റിമീറ്റർ വരെയൊക്കെയുള്ള ഒരു റേഞ്ച്, ആ ഒരു റേഞ്ചിലുള്ള മഴയെ നമ്മൾ അതിശക്തമായിട്ടുള്ള മഴയെന്ന് പറയുന്നത്. ഒരു ദിവസത്തെ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ പോകുമ്പോഴാണ് നമ്മളത് അതിതീവ്ര മഴയെന്ന് പറയുന്നത്. അപ്പോൾ ശക്തമായ മഴ, അതിശക്തമായ മഴ, അതിതീവ്ര മഴ. അപ്പം അത് ഒരു ദിവസം 24 മണിക്കൂർ കിട്ടുന്ന മഴയുടെ കണക്കിനനുസരിച്ചാണ് നമ്മൾ റെയിനിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിതീവ്ര മഴയാണ് ഏറ്റവും, അതിന് മേളിൽ എത്ര കിട്ടിയാലും നമ്മൾ അതിതീവ്ര മഴ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ 20 സെൻറ്റിമീറ്റർ മഴയിട്ട് 30-40 സെൻറ്റിമീറ്റർ വരെ കിട്ടുമായിരിക്കും. പക്ഷെ അതിനെ നമ്മളൊരു കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് അൺകോമൺ ആണ്, വളരെ ചുരുക്കമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അതൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് മഴയുടെ കാര്യത്തിൽ. അതുപോലത്തെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഈ മേഘവിസ്ഫോടനം, ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മഴയുടെ ഇൻറ്റൻസിറ്റി ക്ലാസിഫിക്കേഷനാണ് യഥാർത്ഥത്തിൽ. അതിന് മേഘവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മേഘവിസ്ഫോടനം നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ നമ്മളൊന്ന് വേറിട്ട് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഈ പറയുന്ന മേഘങ്ങൾ ഇങ്ങനെ പൊട്ടി വീഴുന്നതൊന്നും അല്ല. യഥാർത്ഥത്തിൽ മേഘവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. മഴയുടെ ഇൻറ്റൻസിറ്റിയെ ഈ പറയുന്ന അതിതീവ്ര മഴയുമായിട്ട് വേർതിരിച്ച് പറയാൻ പറ്റും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ, ഇപ്പോൾ 24 മണിക്കൂറിൽ ഓരോ സെൻറ്റിമീറ്റർ മഴ വെച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ ഏകദേശം 20 സെൻറ്റിമീറ്ററിന് മുകളിൽ നമുക്ക് മഴ കിട്ടും. അത് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അതേസമയം 1 മണിക്കൂർ 10 സെൻറ്റിമീറ്റർ മഴ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അതിനെ നമ്മൾ വേർതിരിച്ച് കാണുകയും വേണം. കാരണം 1 മണിക്കൂർ 10 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നതും 24 മണിക്കൂറിൽ 20 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നതും ഇമ്പാക്റ്റ് ഡിഫറൻ്റ് ആണ്. അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് നമ്മൾ ഈ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത്. അതൊരു റെയിൻ ഇൻറ്റൻസിറ്റി ക്ലാസിഫിക്കേഷൻ, അല്ലാതെ ക്ലൗഡുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇപ്പം കളമശ്ശേരിയിൽ തന്നെ നടന്നത് വലിയ ക്ലൗഡൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ മഴ കിട്ടിയെന്നുള്ളതാണ്. മനസ്സിലല്ലേ? അപ്പോൾ അത് മഴയുടെ ഒരു ഇൻറ്റൻസിറ്റിയാണ്. അതിനെ വേർതിരിച്ച് കാണാം. അതിൻ്റെ ഒരു സബ് ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ മിനി ക്ലൗഡ് ബസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്, ലഘുമേഘ വിസ്ഫോടനം എന്ന് പറയും. അത് യൂസ് ചെയ്യാനും ഈ ഇൻറ്റൻസിറ്റി ഒന്ന് വേർതിരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം, ഇപ്പം നമ്മൾ ക്ലൗഡ് ബസ്റ്റ് കോമൺ ആയിട്ട് നടക്കുന്നത് ഹിമാലയൻ റീജിയനിലൊക്കെയാണ്. നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ അധികം റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 10 സെൻറ്റിമീറ്റർ 1 മണിക്കൂർ കിട്ടിയത് കളമശ്ശേരി കഴിഞ്ഞ വർഷം നടന്ന ക്ലൗഡ്, അതാണ് റെക്കോർഡ് ചെയ്യപ്പെടുക. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ മറ്റ് ഏതെങ്കിലും പ്രദേശത്ത് കിട്ടിയിട്ടുണ്ടാവും. കാരണം അതിനെ ക്യാപ്ചർ ചെയ്യാനുള്ള റീഡിങ്സും അല്ലെങ്കിൽ അതിനെ ക്യാപ്ചർ ചെയ്യുന്ന തരത്തിലുള്ള ഒബ്സർവേഷൻ ഫെസിലിറ്റീസ് നമുക്കില്ല. കാരണം പൊതുവേ പണ്ട് കാലത്തുള്ള നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ബേസ് ചെയ്തിട്ടുള്ള റെയിൻ ഒബ്സർവേഷനാണ്. തലേ ദിവസം 8:30 മുതൽ പിറ്റേ ദിവസം രാവിലെ 8:30 വരെയുള്ള 24 മണിക്കൂർ കിട്ടിയ മഴയാണ് നമ്മൾ ഇന്നത്തെ മഴയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 12 മണിക്ക് എത്ര മഴ പെയ്തു അല്ലെങ്കിൽ 1 മണിക്കൂറിൽ എത്ര മഴ പെയ്തു എന്ന് നമ്മൾ റീഡിങ് എടുക്കത്തില്ല. അപ്പോൾ ഒരു പക്ഷേ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായാലും നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല, മിസ്സായിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴും നമ്മൾ മെയിൻ ഒബ്സർവേഷൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മിനിറ്റിലും എത്ര മഴ കിട്ടുന്നു നമുക്ക് റെക്കോർഡ് ചെയ്യും. അത് സെൽഫ് റെക്കോർഡിങ്, നമ്മൾ പോയി അളവെടുക്കേണ്ട, സെൻസർ റെക്കോർഡ് ചെയ്യും. ആ ഒരു ടൈപ്പ് റെയിൻ ഗേജാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും എത്ര മഴ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ ക്ലൗഡ് ബസ്റ്റ് നടന്നത് കളമശ്ശേരിയിലെ അതായിരുന്നു പറയാൻ കാരണം നമ്മുടെ കുസാറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത AWSലും അതോടൊപ്പം തന്നെ IMDയുടെ തന്നെ ഈ കളമശ്ശേരി KSEBയിലുള്ള AWSലും ഏകദേശം 10 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ 1 മണിക്കൂർ കാണിച്ചു. അപ്പോൾ അങ്ങനെയാണ് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് നമുക്ക്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് കേരളത്തിലും ഇതിന് സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മിനി ക്ലൗഡ് ബസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ടെർമിനോളജിയാണ്. അതൊരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് മിനി ക്ലൗഡ് ബസ്റ്റ്. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതൽ ലഘുമേഘ വിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. പക്ഷേ അതിന് പ്രധാനപ്പെട്ട കാരണം അത് സൂചിപ്പിക്കുന്നത്, അത് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ 10 സെൻറ്റിമീറ്ററിൽ 1 മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴ പെയ്യുന്നു. അത് അങ്ങനത്തെ മഴ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ക്ലൗഡ് ബസ്റ്റ് വരുന്ന സമയത്താണ് ലാൻഡ് സ്ലൈഡും ഫ്ലാഷ് ഫ്ലഡും ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് എവിടെ ഉണ്ടായാലും
പക്ഷേ ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ ആ ഒരു ദുർബലത നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്രദേശത്തിൻ്റെ ദുർബലത നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ കിട്ടണമെന്നില്ല. 2 മണിക്കൂർ കൊണ്ട് 15 സെൻറ്റിമീറ്റർ കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും. 1 മണിക്കൂറിൽ ചിലപ്പോൾ 8 സെൻറ്റിമീറ്റർ കിട്ടത്തുള്ളൂ, അടുത്ത മണിക്കൂറിൽ 7 സെൻറ്റിമീറ്റർ കിട്ടത്തുള്ളൂ. പക്ഷേ രണ്ട് അടുപ്പിച്ച് 2 മണിക്കൂർ കൊണ്ട് 15 സെൻറ്റിമീറ്റർ കിട്ടി. സെയിം ഇമ്പാക്റ്റ് ആയിരിക്കും. 1 മണിക്കൂർ 10 സെൻറ്റിമീറ്റർ കിട്ടുന്ന സ്ഥലത്തുണ്ടാകുന്ന അതേ ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കും 2 മണിക്കൂർ 15 സെൻറ്റിമീറ്റർ. അപ്പം അതിനെ ഒന്ന്, കാരണം ലഘു മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതൊരു വൈഡ്ലി അക്സെപ്റ്റഡ് ടെർമിനോളജി ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞ പോലെ നമ്മൾ മഴ വരുമ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് മേഘവിസ്ഫോടനം, ചക്രവാത ചുഴി, മിന്നൽ പിണർന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് സത്യം പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അറിയണമെന്നില്ല. ഒരു സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ചക്രവാത ചുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പ്രഷർ ഫോം ചെയ്യുമല്ലോ. ഈ ന്യൂനമർദ്ദങ്ങൾ ഫോം ചെയ്യുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഒരു കറക്കം, അതാണ് ചുഴി. ചുഴി എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ, കറക്കം. അത് തന്നെ, അത് അന്തരീക്ഷത്തിലും ഉണ്ടാകും. വെള്ളത്തിലൊരു ചുഴി ഉണ്ടാകുന്ന നമ്മൾ കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് അന്തരീക്ഷത്തിൽ അത് കാണാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാണാൻ പറ്റും എപ്പോഴാണെന്നറിയാമോ? ടൊർണാഡോ, അതായത് ഈ ടൊർണാഡോ എന്ന് പറയുന്നത് വാട്ടർ സ്പോട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് ടൊർണാഡോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇത് കാണാൻ പറ്റും. കാരണം അതിൻ്റെ കൂടെ ക്ലൗഡുകൾ ഉള്ളതുകൊണ്ട് ആ കറക്കം നമുക്ക് കാണാൻ പറ്റും. അതർവൈസ് ഈ മിന്നൽ ചുഴി എന്നൊക്കെ പറയുന്നത് ഡസ്റ്റ്, ചില സമയത്ത് നമ്മൾ ഈ സമ്മർ മൺസൂൺ അല്ലെങ്കിൽ സമ്മർ ടൈമിൽ ലാൻഡ് ചൂടായിട്ട് ഈ ഗ്രൗണ്ടിലൊക്കെ കാണത്തില്ലേ, പൊടി ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വായുവാണ് കറങ്ങുന്നത്, അതിലേക്ക് പൊടി അട്രാക്ട് ചെയ്താണ് കറക്കം വരുന്നത്. അപ്പോൾ ആ കറക്കം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒക്കെ ആകാം. പക്ഷെ ഇത് വലുതായി കഴിയുമ്പോഴത്തേന് വലിയൊരു റീജിയനിൽ ഇതുപോലത്തെ കറക്കം ഉണ്ടാകുമ്പോൾ അതിന് പറയുന്നത് പേരാണ് പൊതുവെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു റൊട്ടേറ്റിംഗ് സർക്കുലേഷൻ എന്ന് പറയുന്ന പേരാണ് അന്തരീക്ഷ ചുഴി എന്ന് പറയുന്നത്. അപ്പോൾ അപ്രയർ സർക്കുലേഷൻ എന്ന് പറയും. അപ്പോൾ അത് കുറച്ച് ഇൻറ്റൻസിഫൈ ചെയ്ത് താഴെ വരെ എത്തുമ്പോഴാണ് നമ്മളതിനെ ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു സിഗ്നൽ ഡെപ്തിൽ താഴെ വരെ എത്തുമ്പോൾ ന്യൂനമർദ്ദം എന്ന് പറയും. അത് കുറച്ചുകൂടി ഇൻറ്റൻസിഫൈ ചെയ്ത് വലിയ കറക്കമായിട്ട് മാറുമ്പോഴാണ് നമ്മളെ അതിതീവ്ര ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. അത് വീണ്ടും ശക്തി പ്രാപിക്കുമ്പോഴാണ് നമ്മൾ സൈക്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മുമ്പേ മഴയുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ സൈക്ലോണിക് സർക്കുലേഷനും ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് പ്രത്യേകിച്ചും സൈക്ലോണിക് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ വിൻഡ് സ്പീഡാണ്. ഇപ്പം ഒരു 31 നോട്ട്സിന് താഴെയാണെങ്കിൽ അതിനെ നമ്മൾ പൊതുവെ ന്യൂനമർദ്ദം, അതിതീവ്ര ന്യൂനമർദ്ദം വരെ പറയത്തുള്ളൂ. 33 നോട്ട്സിന് മുകളിൽ പോകുമ്പോൾ, 33 നോട്ട്സിന് മുകളിൽ പോകുമ്പോൾ മാത്രമാണ് നമ്മളതിനെ സൈക്ലോണിക് സ്റ്റോം എന്ന് പറയുന്നത്. സൈക്ലോണിക് സ്റ്റോമിനും വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിതീവ്ര മീൻസ് സിവിയർ സൈക്ലോണിക് സ്റ്റോം, വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വിൻഡ് സ്പീഡ്, കാറ്റിൻ്റെ വേഗത്തിനനുസരിച്ചാണ്. റെയിനിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മൾ ക്ലാസ് ചെയ്യുന്ന പോലെ സൈക്ലോണുകളുടെയും ഈ ലോ പ്രഷർ സിസ്റ്റയും അതിലുള്ള കാറ്റിൻ്റെ സ്പീഡിന് അനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം, ഫണ്ടമെൻ്റൽ. അപ്പോൾ ഇതെല്ലാം ഇത്തരം സിസ്റ്റം എല്ലാം മഴയും കൊണ്ടുവരും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചത് മിന്നൽ ചുഴി. മിന്നൽ ചുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടൊർണാഡോ, വാട്ടർ സ്പോട്ട് അല്ലേ, ഈ അതുണ്ടാകുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ മിന്നൽ ചുഴി ആയിട്ട് മാറുന്നത്. അത് ചെറിയ ഒരു മൊമെൻറ്റിലേ കാണത്തുള്ളൂ, ഒരു മിനിറ്റിൽ താഴെയൊക്കെ ചിലപ്പോൾ ആ ഒരു കറക്കം നിൽക്കത്തുള്ളൂ. അതിനാണ് മിന്നൽ ചുഴി എന്ന് പറയുന്നത്. പിന്നെ അതൊന്നും വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം കേരളത്തിൽ മൊത്തം നമ്മൾ ഗസ്റ്റ് വിൻഡ് കണ്ടിട്ട്, വിൻഡ് ഗസ്റ്റിനെസ്. മൺസൂൺ കാറ്റിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 km/h ആണ്. ഒരു സജീവ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ 40 മുതൽ 50 km സ്പീഡിലാണ് കാറ്റ് വീശുന്നത് മണിക്കൂറിൽ. നല്ല സ്പീഡാണിത്. പക്ഷേ ഇപ്പം സംഭവിച്ചത് അത് പണ്ട് മൺസൂൺ വരുമ്പോഴും സജീവ കാലഘട്ടത്തിൽ വരുമ്പോഴും 40 മുതൽ 50 km വരെ സ്പീഡിൽ കാറ്റുണ്ടാകും. പക്ഷെ അത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വീശുന്ന കാറ്റാണ്. അത് കണ്ടിന്യൂസ് അതിൻ്റെ ഡയറക്ഷൻ, ലോവർ ലെവലിൽ ആ ഡയറക്ഷനിലാണ് വീശുന്നത്. പക്ഷെ ഇപ്പം സംഭവിച്ചെന്താ, ഇപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല, ഏത് ഡയറക്ഷനിൽ വീശിയിട്ടാണ്, പല ഡയറക്ഷനിൽ കാറ്റടിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും ഒക്കെ കടപുഴകി വീഴാനും ഒടിഞ്ഞു പോകാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഇത് സാധാരണ പ്രീ മൺസൂൺ ടൈമിൽ മിന്നൽ ചുഴിയുടെ രൂപത്തിൽ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നത്. അത് ചെറിയൊരു ലോക്കലൈസ്ഡ് ഏരിയ, ഇപ്പം ചാലക്കുടി ഏരിയയിലുണ്ട്, കാണാറുണ്ട്. ഈ ഇരിങ്ങാലക്കുട, ഈ തൃശ്ശൂർ ഏരിയയിൽ കോമൺ ആയിരുന്നു ഈ പ്രീ മൺസൂണിൽ ഈ മിന്നൽ ചുഴികൾ. ചില പ്രോക്സിമിറ്റി ഉണ്ട് ടെറൈനുമായിട്ട്. അതേസമയം ഈ മൺസൂൺ സീസണിൽ നമ്മൾ കണ്ടത് തിരുവനന്തപുരം തൊട്ട്
കാസർഗോഡ് വരെയുള്ള റീജിയനിൽ പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഗസ്റ്റ് വിൻഡ് റിപ്പോർട്ട് ചെയ്തു. ഗസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൺസൂൺ സമയത്ത് പിന്നെ മൺസൂണിൽ നമ്മൾ കണ്ട ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്, മുമ്പേ കുറേ മാറ്റങ്ങൾ പറഞ്ഞതിനോടൊപ്പം തന്നെ കണ്ടതിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള തീരത്തോട്ട് കിടക്കുന്ന അറബിക്കടലിൽ ഉണ്ടാകുന്ന മേഘങ്ങളുടെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അത് പണ്ട് കാലത്ത് മൺസൂൺ ടൈമിൽ ഇടിമിന്നൽ മേഘങ്ങൾ എന്ന് പറയും, കൂമ്പാര മേഘങ്ങൾ, ക്യുമുലോനിംബസ് ക്ലൗഡ്സ് എന്ന് പറയും. അതാണ് ഇടിമിന്നൽ ഉണ്ടാക്കുന്ന ക്ലൗഡ്സ്. അതെന്ന് പറഞ്ഞാൽ സർഫസ് ഒരു താഴേന്ന് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 14-15 കിലോമീറ്റർ വരെ ആ ക്ലൗഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അത്തരം മേഘങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതലും ഇടിയും മിന്നലും ഒക്കെ അതിൽ നിന്നുണ്ടാകുന്നത്. ഈ ഐസ് ക്രിസ്റ്റലും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തിലുണ്ടാകുന്നു. അങ്ങനെ കർഷണം മൂലം ചാർജ് സെപ്പറേഷൻ ഉണ്ടായി ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്നു. അത്തരം മേഘങ്ങൾ നമ്മുടെ റീജിയനിൽ കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പും പിന്നെ മൺസൂൺ തുലാവർഷമില്ലേ, തുലാവർഷ സമയത്തൊക്കെ ഇത്തരം ഇടിമിന്നൽ മേഘങ്ങളാണ് ഉണ്ടാകുന്നത്. മൺസൂൺ സമയത്ത് നമുക്ക് കുറച്ച് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള എന്നാൽ അധികം ഡീപ്പ് അല്ലാത്ത ഒരു 5 to 6 കിലോമീറ്റർ ഡെപ്ത് ഉള്ള മേഘങ്ങളാണ് പൊതുവേ മൺസൂൺ ടൈമിലുണ്ടാകുന്നത്. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മൺസൂൺ സജീവ കാലഘട്ടത്തിലൊക്കെ പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഈ നിർജീവ കാലഘട്ടത്തിലായിരിക്കുന്ന സമയങ്ങളിലും സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീ കേന്ദ്രീകരിച്ച് മൺസൂൺ സമയത്തുണ്ടാകുന്ന മേഘങ്ങളുടെ രൂപീകരണത്തിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. മേഘങ്ങളുടെ ഘടന മാറുന്നു, അത് കൂടുതലും ഡീപ്പായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പണ്ട് കാലത്ത് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഹൈറ്റുള്ള മേഘങ്ങൾ ഡെപ്തായിട്ട് വന്നിട്ടൊരു 10 കിലോമീറ്റർ. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസത്തെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ക്ലൗഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്ററിനടുത്തെത്ത്. അങ്ങനെ മാറാനുള്ള കാരണം അത് കാലാവസ്ഥാ വ്യതിയാനം. ഈ ആഗോള താപനത്തിൻ്റെ ഫലമായിട്ട് സമുദ്രം അറബിക്കടൽ അതിതീവ്രമായിട്ട് ചൂടാകുന്ന ഒരു കാരണം. അതോടൊപ്പം തന്നെ കൂടുതൽ നീരാവി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. അപ്പം അന്തരീക്ഷ താപനിലയും കൂടുകയാണ്. അപ്പോൾ ഓരോ ഡിഗ്രി അന്തരീക്ഷ താപനില കൂടുമ്പോഴും 7% കൂടുതൽ നീരാവി അതിന് ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ്. 1 ഡിഗ്രി കൂടുമ്പോൾ 7% കൂടുതൽ നീരാവിയും കൂടെ കൂടുക, ഉൾക്കൊള്ളാനുള്ള ശേഷി കൂടുക, പൊട്ടൻഷ്യൽ അത്രയും ഉൾക്കൊള്ളത്തില്ല. ചിലപ്പോൾ അത് മഴയായിട്ട് ചിലപ്പോൾ അതൊരു 3% മാറത്തുള്ളൂ. 7% വരെ നമുക്ക് അത് ഇൻക്രീസ് ചെയ്യാം മാക്സിമം. അപ്പോൾ ഇപ്പം സംഭവിച്ചെന്താ, അന്തരീക്ഷത്തിൻ്റെ താപനില വ്യാവസായിക വിപ്ലവത്തെ അപേക്ഷിച്ച് 1.5 ഡിഗ്രിയോളം കൂടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായി, 7-3.5 ഒരു 10% കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10% കൂടുതൽ നീരാവി ആഗിരണം ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യലിലേക്ക് നമ്മുടെ അന്തരീക്ഷം മാറുകയാണ് ആഗോളതാപനം കാരണം. അപ്പോൾ ഇത് കാരണം അന്തരീക്ഷത്തിൽ കൂടുതൽ നീരാവി എത്തിച്ചേരുകയാണ്. നീരാവി കൂടുതൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇൻസ്റ്റബിലിറ്റി, വലിയ ക്ലൗഡ് ഉണ്ടാകാനുള്ള പൊട്ടൻഷ്യലിലേക്ക് മാറുക. അപ്പോൾ അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയർ അൺസ്റ്റേബിൾ ആകുന്നത് കൊണ്ടും പിന്നെ അറബിക്കടൽ ചൂടായി കിടക്കുന്നത് കൊണ്ടും കൂടുതൽ നീരാവിയുടെ സോഴ്സ് വരുന്നു. പിന്നെ മൺസൂണിൻ്റെ ഭാഗമായിട്ടുള്ള കാറ്റ് വരുന്നു. ഇതെല്ലാം ഇവാപറേഷനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം അത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോഴാണ് അന്തരീക്ഷത്തിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി കാരണം ക്ലൗഡിന് കൂടുതൽ ഡെപ്തിലേക്ക് വളരാനുള്ള ഒരു സാഹചര്യം. ഇപ്പം ഈ കടലാക്രമണം, കള്ളക്കടൽ തുടങ്ങി സമുദ്രത്തിലെ മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നമുക്കും പ്രശ്നമാകുന്നുണ്ട്, അന്തരീക്ഷത്തിൽ മൊത്തത്തിൽ പ്രശ്നമാകുന്നുണ്ട്. അപ്പം അത് ഇപ്പം സമീപകാലത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കടലാക്രമണങ്ങൾ. അതിന് കാരണം എന്തായിരിക്കും? പൊതുവെ മൺസൂൺ സമയത്ത് നമുക്ക് ഈ മൺസൂൺ കാറ്റ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മൺസൂണിൻ്റെ താഴത്തെ ലെവലിലെ കാറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ 60 കിലോമീറ്റർ വരെയൊക്കെ പോകാം. അപ്പോൾ ഈ സമയത്ത് വേവ്സിൻ്റെ ഹൈറ്റ് കൂടും. വിൻഡ് ഇൻഡ്യൂസ്ഡ് വേവ് എന്ന് പറയും. വേവ്സിൻ്റെ ഹൈറ്റ് കൂടും. അങ്ങനെ ആ വേവ്സ് ടോപ്പ് ചെയ്ത് കരയിലേക്ക് കൂടുതൽ പ്രവേശിക്കും. അതാണ് കടലാക്രമണം. മൺസൂൺ ടൈമിൽ നമുക്ക് കടലാക്രമണം, ഏത് തീരപ്രദേശത്ത് പോയാലും മൺസൂൺ ടൈമിൽ നമ്മൾ കടലാക്രമണം ശ്രദ്ധയപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ പോലെ സീ ലെവൽ റൈസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് കാരണം സീ ലെവൽ ഒരു 3 മില്ലിമീറ്റർ പെർ ഇയർ എന്നുള്ള ആ ഒരു തോതിലൊക്കെ കൂടുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പിന്നെ അതുപോലെ ഒരു സ്റ്റോം വരുമ്പോൾ സൈക്ലോണിക് സ്റ്റോംസ് ഒക്കെ വരുന്ന അവസരങ്ങളിൽ സ്റ്റോം സർജ് വരാറുണ്ട്. ഇപ്പോൾ ലോ പ്രഷർ വരുമ്പോഴും അതിനോടനുബന്ധിച്ചുള്ള കാറ്റ്, അതിനോടനുബന്ധിച്ചുള്ള കാറ്റ് കാരണം അല്ലെങ്കിൽ അത് കരയിലേക്ക് കയറുമ്പോഴും ഈ പറഞ്ഞ പോലെ സ്റ്റോം സർജ് ഉണ്ടാകും. വേവ് ഹൈറ്റ് ഒരു 2-3 2-3 മീറ്റർ ഉയരത്തിലേക്ക് പോകാം. അപ്പം അതോടൊപ്പം തന്നെയാണ് ഇതെല്ലാം കൂടെ മൺസൂൺ കാറ്റ് വരുന്നു, ഈ ലോ പ്രഷർ സിസ്റ്റം വരുന്നു, സീ ലെവൽ റൈസ് ചെയ്യുന്നു. ഇത്രയാകുമ്പോൾ തന്നെ തീരദേശം വലിയ പ്രശ്നത്തിലാകും. ഈ അവസരത്തിലാണ് കള്ളക്കടൽ പ്രതിഭാസം കൂടെ വരുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻ്റ് ആയിട്ട്, പ്രത്യേകിച്ചും
തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറ്റ്ലാന്റിക്കിലും ഒക്കെ ഉണ്ടാകുന്ന ഇത്തരം സ്റ്റോമുകളുണ്ട്, ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ വലിയ ബിഗർ സ്റ്റോംസ്, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന സ്വെൽ വേവ്സ് ഉണ്ട്, വലിയ തരംഗദൈർഘ്യമുള്ള വേവ്സ്. അത് ട്രാവൽ ചെയ്ത് നമ്മുടെ പ്രദേശത്തെത്തും. ചെറിയ വേവ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ തരംഗദൈർഘ്യമായതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. കരയിൽ വരുമ്പോഴാണ് അത് ഷാളോ ആയിട്ട് വന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീരപ്രദേശം, അതാണ് ഈ മൺസൂൺ കാറ്റ്, സ്റ്റോം സർജ്, സീ ലെവൽ റൈസ്, അതോടൊപ്പം തന്നെ കള്ളക്കടൽ, ഡിസ്റ്റൻസ് സ്വെൽ വേവ്സ് കൂടെ കടന്നു വരുമ്പോൾ തീരപ്രദേശത്ത് കൂടുതലും ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഈ സ്റ്റോംസ് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്, പല പ്രദേശത്തും സ്റ്റോമുകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ഇത് ഡിസ്റ്റൻ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു സ്റ്റോമിൻ്റെ എഫക്റ്റാണ് നമ്മുടെ സീയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് ട്രാവൽ ചെയ്ത് 1-2 ദിവസം എടുത്ത് ട്രാവൽ ചെയ്താണ് നമ്മുടെ കരയിൽ വരുന്നത്. പക്ഷെ ആ ഡിസ്റ്റൻ്റ് ആയിട്ടുണ്ടാകുന്ന സ്റ്റോമിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ട്, അത് കൂടുതൽ ഫ്രീക്വൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ വിദൂര സ്ഥലത്ത്, ദൂരെയുള്ള സ്ഥലത്ത് ഉണ്ടാകുന്ന സ്റ്റോംസ് പോലും പല സമയത്തും നമ്മുടെ തീരപ്രദേശത്തെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൺസൂണിൻ്റെ കൂടെയും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആഘാതം കൂടുതലാണ്. ഓക്കെ. അപ്പോൾ അത് രൂപപ്പെടുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കുന്നുണ്ടാണോ നേരത്തെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകാൻ പറ്റുന്നത്? അതെ, തീർച്ചയായും. കാരണം നമ്മുടെ സമുദ്ര ഗവേഷണ കേന്ദ്രം ഇൻകോയ്സ് ഈ ഒരു കാര്യത്തിൽ ഈ സ്വെൽ വേവ്സ്, കള്ളക്കടൽ പ്രതിഭാസം പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം കറക്റ്റായിട്ട് തന്നെ 2-3 ദിവസം മുന്നേ തന്നെ ഈ കള്ളക്കടലിൻ്റെ പ്രിഡിക്ഷൻ സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നത്, പണ്ട് കാലത്ത് നനച്ചിരിക്കാതെ സമയത്താണ് ആൾക്കാർ കടലൊന്ന് ഉൾവലിഞ്ഞിട്ട് വീണ്ടും വന്ന് അടിച്ചു പോകുന്നത്. അപ്പം അത്ര സമയത്തൊക്കെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് അതിനെപ്പറ്റിയുള്ള അവയർനെസ് ഇല്ല, ഇൻഫർമേഷൻ ഇല്ല. സംഭവിക്കുന്നത് എന്താണ്, ഇവർ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് വന്നിട്ട് വള്ളം വലയൊക്കെ തീരപ്രദേശത്ത് വെക്കും, വല ഉണക്കാനിടും. സ്വെൽ വേവ്സ് വരുമ്പോൾ ഇതെല്ലാം അടിച്ച് പോകും, വള്ളങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. പക്ഷെ ഇത് കാരണം അവരുടെ നഷ്ടം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇൻകോയ്സിൻ്റെ ഈ ഒരു സ്വെൽ വേവ് പ്രവചനം, ഈ കള്ളക്കടൽ പ്രവചനം വന്നതിന് ശേഷം മത്സ്യബന്ധന മേഖലയിലുള്ള മത്സ്യബന്ധന യാനങ്ങളുടെയും വള്ളത്തിൻ്റെയും വലയുടെയൊക്കെ നഷ്ടം ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രവചനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾക്ക് സ്കൂൾ കുട്ടികളായ സമയത്ത് ഏറ്റവും കാത്തിരുന്നത് കളക്ടറുടെ അവധി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നാളെ ഇത്ര മഴ ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ റെഡ് അലേർട്ട് ആയിരിക്കും, അപ്പോൾ സ്കൂൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിൽ ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നതും മൺസൂൺ പ്രഖ്യാപിക്കുന്നതും ഒക്കെ ഏത് തരം മാനദണ്ഡങ്ങൾ വെച്ചിട്ടായിരിക്കും? അത് പ്രത്യേകിച്ചും ഈ 5 ദിവസത്തെ പ്രവചനങ്ങളിലാണ് ഈ അലേർട്ടുകൾ വരുന്നത്. അപ്പം അതിലെ ഇപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ റെയിൻ ഇൻറ്റൻസിറ്റിയാണ്. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യമുള്ളപ്പോഴാണ് ആ ജില്ലയിൽ പൊതുവെ റെഡ് അലേർട്ട് പറയുന്നത്. അതിൽ നിന്ന് മാറി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതിയ തരത്തിലുള്ള ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇത്ര മഴ പെയ്യാനുള്ള സാധ്യത പറയുന്ന സ്ഥലത്ത് ഇത്ര മഴ കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന തരത്തിലേക്ക് ഫോർകാസ്റ്റ് മാറി. അന്നേരം വരുന്നത് ചിലപ്പം തുടക്കത്തിൽ ചിലപ്പം ചില ജില്ലകളിൽ റെഡ് അലേർട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം റെഡ് അലേർട്ട് പറഞ്ഞു. അതേസമയം അടുത്ത ദിവസം ചിലപ്പം അതിശക്തമായ മഴയേ ഉണ്ടാകത്തുള്ളൂ, 15 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ആ സമയത്ത് ഒരുപക്ഷെ വീണ്ടും റെഡ് അലേർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴ കിട്ടിയിട്ടുണ്ട്. ആ മഴയ്ക്കനുസരിച്ച് ഇപ്പം ഒരു അതിശക്തമായിട്ടുള്ള മഴ പെയ്താലും ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റിൻ്റെ രൂപത്തിൽ റെഡ് അലേർട്ട് കൊടുക്കുന്നത്. അപ്പം അലേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ മഴയെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻറ്റൻസിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള അലേർട്ട് സ്കെയിലാണ്. റെഡ്, ഓറഞ്ച് ആണെങ്കിൽ അതിശക്തം, യെല്ലോ ആണെങ്കിൽ ശക്തമായ മഴ, അങ്ങനെ ആ തരത്തിലാണ് അതിൻ്റെ വർഗീകരണം. പക്ഷെ ഇപ്പം കുറച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവചന സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത കുറേ നാളായിട്ട് 3 മണിക്കൂർ ഇടവിട്ടുള്ള നൗകാസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പം ഫോർകാസ്റ്റ് മാറും, ഓരോ സമയത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നൗകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത 3 മണിക്കൂറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അടുത്ത 3 മണിക്കൂറിൽ പലപ്പോഴും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഈ നൗകാസ്റ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ആക്യുറേറ്റ് ആണ്. അത് ബേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റഡാറും സാറ്റലൈറ്റും ഒക്കെ വെച്ചിട്ടാണ് അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്.
പ്രെഡിക്റ്റ് ചെയ്തതില്ല. അതിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ റഡാർ സിഗ്നലിൽ ഒരു സ്ഥലത്ത് വലിയ മേഘക്കൂട്ടങ്ങളുണ്ടെങ്കിൽ സാറ്റലൈറ്റിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നൽസ് കിട്ടും. ആ മേഘത്തിൻ്റെ ഹൈറ്റ് എത്രയാണ്, റഡാറിൻ്റെ അതിൻ്റെ റിഫ്ലക്റ്റിവിറ്റി എത്രയാണ്, സിഗ്നലുണ്ടല്ലോ, റഡാറിൻ്റെ സിഗ്നലും സാറ്റലൈറ്റിൻ്റെ ഇമേജൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്രദേശത്താണ് എക്സാക്റ്റായിട്ട് ഏത് പ്രദേശത്താണ് ഇത് പെയ്യാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ ഈ റഡാറിൻ്റെ ആ സിഗ്നൽ ഇൻറ്റൻസിറ്റി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയും. അത് വെച്ചിട്ട് എത്രത്തോളം ഇൻറ്റൻസായിട്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലേക്ക് 5 ദിവസത്തെ ഫോർകാസ്റ്റ് നമ്മൾ 5 ദിവസത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓരോ 3 മണിക്കൂർ ഇടവിട്ടുള്ള പോസ്റ്റ്, ഈ 3 മണിക്കൂർ ഇടവിട്ടുള്ള ഫോർകാസ്റ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ഈ ഗ്രൗണ്ട് ലെവലിൽ ഒരു ആക്ഷനബിളായിട്ടൊക്കെ പോകണമെങ്കിൽ നമുക്കറിയാം, ഇപ്പം നാളത്തേക്ക് റെഡ് അലേർട്ട് പറയുന്നു, അതിതീവ്ര മഴയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇന്നേ ആ ജില്ലയിലുള്ളവരെല്ലാവരും മാറി താമസിക്കണമെന്നോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്നൊന്നുമില്ല. പക്ഷെ 3 മണിക്കൂർ മുമ്പ് വരുന്ന ഈ അലേർട്ടിൽ ഇത്തരം എന്തെങ്കിലും സാധ്യത നിലനിൽക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് മുന്നേ മഴ കിട്ടി വണ്ണറബിൾ ആണ്. ഇപ്പം ഒരു നദിയുടെ തീരത്തുള്ള ഒരു ആൾക്കാർ അതിതീവ്ര മഴ പെയ്യുന്നു, വാട്ടർ ലെവല് റിവർ കര കവിഞ്ഞൊഴുകുന്നു, ആ സമയത്ത് 3 മണിക്കൂറിലേക്ക് ഈ പറഞ്ഞ പോലെ ശക്തമായ അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള മഴ വരുമ്പോൾ അവർ മാറിപ്പോകണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് അതുവഴി വരുന്നത്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ശക്തമായ മഴ കിട്ടുന്നു. അടുത്ത 3 മണിക്കൂറിലേക്കും അതിതീവ്ര മഴയുടെ ഒരു പ്രഡിക്ഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ക്ലൗഡ് ബസ്റ്റിൻ്റെ സാധ്യത വരുന്നു. അത് അവർക്ക് അവിടുന്ന് ഒഴിഞ്ഞു പോകാനുള്ള അലേർട്ടാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ അലേർട്ട് സിസ്റ്റത്തെ, അല്ല അപ്പോൾ ഒരു ജില്ലയ്ക്ക് വേണ്ടി, ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ എല്ലാവരും കൂടെ സാധനമൊക്കെ എടുത്ത് കോട്ടയത്തേക്ക് പോകുക എന്നുള്ളതല്ല. ഓരോ പ്രദേശത്തിൻ്റെയും വൾണറബിലിറ്റി, ദുർബലത ഉണ്ടല്ലോ, അതുമായിട്ട് നമ്മൾ പ്രാദേശികമായിട്ട് ഈ ഒരു സ്കെയിലിലുള്ള മഴ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതിനനുസരിച്ചാണ് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇനി മാറേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോഴും ഇപ്പം ചില അപകടങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു മുണ്ടക്കൈ ചുരൽമല ദുരന്തമായാലും പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഉരുൾപൊട്ടലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു പ്രഡിക്ഷൻ അപ്പുറത്തേക്ക് നിൽക്കുന്നത്? അല്ല, ഏത് പ്രഡിക്ഷനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. നമുക്കൊരു സർട്ടൺ എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ ലാൻഡ് സ്ലൈഡ് ഫുൾ പ്രൂഫായിട്ട് കൃത്യതയോടുകൂടി ഇന്ന സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇന്ന് വരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല ലോകത്തൊരിടത്തും. ഇതിൽ പരമാവധി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തിൻ്റെ, ഇപ്പം മുണ്ടകയിലുണ്ടായ ഒരു റീജിയൻ 1984 ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, 90കളിൽ ഉണ്ടായിട്ടുണ്ട്, 2009 അതിന് തൊട്ടടുത്തുണ്ടായി, 2020 വീണ്ടും അതേ സ്ഥലത്തുണ്ടായി. അപ്പം ആ പ്രദേശം തന്നെ ഹൈലി വൾണറബിൾ ആണ്. ലാൻഡ് സ്ലൈഡ് പരമായിട്ട് ഓരോ പ്രദേശത്തിനും ഓരോ ദുർബലത ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത്തരം മാപ്പുകളുണ്ട്. സസെപ്റ്റബിലിറ്റി മാപ്പ് എന്ന് പറയും. ലാൻഡ് സ്ലൈഡ് വരാൻ സാധ്യതയുള്ള ലാൻഡ് സ്ലൈഡ് സാധ്യത ഭൂപടം എന്നൊക്കെ വേണേൽ പറയാം. അത് കൂടുതലും ഭൂമിയുടെ ചരിവ്, അവിടുത്തെ പാറയുടെ ഘടന, മണ്ണിൻ്റെ തിക്നെസ്, ഇതൊക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ആ അങ്ങനെ ഓരോ പ്രദേശത്തിൻ്റെ ദുർബലത കണക്കാക്കിയിട്ടുണ്ട്. ഓരോ പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മഴയുടെ അളവ് കണക്കാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കാരണം ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമായിട്ടാണ്. ഇപ്പം മേപ്പാടി പഞ്ചായത്തിൽ ഒരേപോലെ മഴ കിട്ടിയിട്ട് എന്തുകൊണ്ട് മുണ്ടകയിൽ മാത്രം ഉരുൾപൊട്ടലുണ്ടായി? അപ്പോൾ ഓരോ പ്രദേശത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന മഴയുടെ ഒരു മഴയുടെ അളവിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം അത് ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമാണ്. അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ, ഈ പ്രദേശത്ത് 30 സെൻറ്റിമീറ്റർ മഴ 2 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു റെഡ് അലേർട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി അവിടുന്ന് മാറുക എന്നുള്ളതേ ഉള്ളൂ അതിൽ എടുക്കാവുന്ന ഒരു പ്രിക്കോഷൻ. ചിലപ്പോൾ ഒരുപക്ഷെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകത്തില്ല, പക്ഷെ അതർവൈസ് എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ സിഗ്നൽസ് കിട്ടുമ്പം അതിനാണ് ലോക്കൽ ലെവൽ, അതായത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ പങ്കാളിത്തവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു എഫക്റ്റീവായിട്ട് ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. നിലവിൽ ഇപ്പം ഒരു ഓപ്പറേഷണലായിട്ട് ഒരു സംവിധാനമില്ല. എല്ലാം മഴയെ ബേസ് ചെയ്തിട്ടുള്ള പിന്നെ ഈ ഭൂപടം ഉണ്ടല്ലോ, ലാൻഡ് സ്ലൈഡ് ഹസാർഡ് മാപ്പ്, അപ്പോൾ സസെപ്റ്റബിലിറ്റി മാപ്പ്, അതും മഴയും കൂടെ ചേർത്തുള്ള
ഒരു തമ്പ് റൂൾ വെച്ചിട്ടുള്ള ഒരു പ്രവചനമാണ് ഈ ലാൻഡ് സ്ലൈഡിൻ്റെ കാര്യത്തിൽ. പക്ഷേ അത് ലോക്കൽ ലെവലിൽ ഇന്ന സ്ഥലത്ത് തന്നെ എപ്പം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നൊക്കെ തരത്തിലേക്ക് നമ്മൾ പ്രവചനങ്ങൾ മാറണമെങ്കിൽ ഇത്തരം കൂടുതൽ ഈ സെൻസറുകൾ, ഈ സോയിലിൻ്റെ കണ്ടൻറ്റ് മെഷർ ചെയ്യുന്ന സെൻസറുകൾ, ലാൻഡിൻ്റെ സ്ലൈറ്റ് മൂവ്മെൻറ്റ് മെഷർ ചെയ്യുന്ന സെൻസറുകൾ, അങ്ങനത്തെ കുറേ സെൻസറുകളൊക്കെ ഉണ്ടെങ്കിലേ നമുക്കത് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ അപ്പം എല്ലായിടത്തും അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റത്തില്ല. അതൊക്കെ വലിയ വില കൂടിയ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെയും ദുർബലത മനസ്സിലാക്കുക, ആ സ്ഥലങ്ങളിൽ എത്ര മഴ പെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡിനുള്ള സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ത്രഷോൾഡ് എന്നൊക്കെ പറയും, റെയിൻഫാൾ ബേസ്ഡ് ത്രഷോൾഡ്. ആ ത്രഷോൾഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം മുണ്ടകയിൽ ഇന്നലെ വരെ 40 സെൻറ്റിമീറ്റർ മഴ പെയ്തു. നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് 45 സെൻറ്റിമീറ്റർ മഴയും പെയ്തു കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ട്രിഗർ ചെയ്യാം. അപ്പോൾ 40 സെൻറ്റിമീറ്റർ മഴ പെയ്ത അവസരത്തിൽ അടുത്ത രാത്രിയിൽ അതിതീവ്ര മഴയും കൂടെ പ്രൊഡിക്റ്റ് ചെയ്യുമ്പം നമുക്കത് അതുമായിട്ട് ക്ലബ് ചെയ്ത് മാറി താമസിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലേ നമുക്കിങ്ങനെ ഈ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഇടിമിന്നലേറ്റിട്ട് നമ്മൾ മരിക്കുന്ന ഒരു സാഹചര്യം അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ എല്ലാ ഇടിമിന്നലും ഒരുപോലെയല്ലല്ലോ. പക്ഷെ ചില മിന്നലേറ്റിട്ട് ആ പ്രദേശത്തെ എല്ലാവരെയും ബാധിക്കുന്നില്ല, ചില മനുഷ്യരായിരിക്കും ബാധിക്കുന്നത്. അതെന്തെങ്കിലും അതിൻ്റെ ഒരു സയന്റിഫിക് വശം എന്തായിരിക്കും? ഇടിമിന്നൽ പ്രവചനം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള, ഈ ഉരുൾപൊട്ടൽ പ്രവചനത്തിനേക്കാളും സങ്കീർണമായിട്ടുള്ളത്. കാരണം ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ ക്ലൗഡിനുള്ളിലുള്ള ഇലക്ട്രിക് ചാർജ് സെപ്പറേഷനും നമ്മുടെ ഗ്രൗണ്ടുമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി അത് കൂടി വന്നിട്ടാണ് ബ്രേക്ക് ചെയ്ത് ഇടിമിന്നലായിട്ട് മാറുന്നത്. അതിൽ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടിയും മിന്നലും, എല്ലാ ഇടിയും മിന്നലും ക്ലൗഡിൽ നിന്ന് ഗ്രൗണ്ടിലോട്ട് എത്തുന്നതല്ല. ഇപ്പം നമ്മൾ ഓൾ ഓവർ ത്രൂ ഔട്ട്, അപ്പോൾ ഓരോ മണിക്കൂറിലും ധാരാളം ഇടിമിന്നലാണ് ഓൾ ഓവർ ദി വേൾഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ അയണോസ്ഫിയറും ഈ നമ്മുടെ ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെയൊക്കെ താങ്ങി നിർത്തുന്നതൊക്കെ ഈ ഇടിമിന്നലൊക്കെ കൊണ്ടുണ്ടാകുന്ന സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അത് ആവശ്യമാണ് നമ്മുടെ ഇതിന്. പക്ഷേ ഇടിമിന്നൽ പലതരത്തിലുണ്ട്. അതായത് ക്ലൗഡിനുള്ളിൽ തന്നെ ഇത് നടക്കും, ഡിസ്ചാർജ് നടക്കും. അതോടൊപ്പം 2 ക്ലൗഡ് അടുപ്പിച്ച് വരുവാണെങ്കിൽ ഒരു ക്ലൗഡ് ഹൈറ്റ് കൂടുതലും ഒരു ക്ലൗഡ് ഹൈറ്റ് കുറവാണെങ്കിൽ ഹൈറ്റ് കൂടിയ ക്ലൗഡിൻ്റെ ബേസിലെ നിന്നും ഹൈറ്റ് കുറഞ്ഞ ക്ലൗഡിൻ്റെ ടോപ്പിലേക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്ചാർജ് നടക്കാം. അതിന് പറയുന്നത് ക്ലൗഡ് ടു ക്ലൗഡ് ഡിസ്ചാർജ്. പിന്നീട് ക്ലൗഡിൽ നിന്നും താഴോട്ട് ബേസിലുള്ള ചാർജ് താഴേക്ക് ഡിസ്ചാർജ് ചെയ്യാം. അതാണ് ക്ലൗഡ് ടു ഗ്രൗണ്ട് ഡിസ്ചാർജ്. അതാണ് പ്രശ്നം വരുന്നത്. ഈ ഡിസ്ചാർജ് ഗ്രൗണ്ടിൽ എത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് നമ്മുടെ വീടിനെയോ അല്ലെങ്കിൽ മരങ്ങളെയൊക്കെ ത്രൂ ആ ഒരു ചാലകത്തിലൂടെ കടന്നു വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, അതിൻ്റെ പാത്തിൽ വരുന്ന മനുഷ്യരായാലും അല്ലെങ്കിൽ വേറെ വസ്തുക്കളായാലും മരങ്ങളായാലും അതിനൊക്കെ അഫക്റ്റഡ് ആകുന്നത്. അപ്പം ക്ലൗഡ് ടു ഗ്രൗണ്ട് ഡിസ്ചാർജ് ആണ് ഏറ്റവും ഡേഞ്ചറസ്. അതർവൈസ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം 3-4 ദിവസമായിട്ട് ഇടിമിന്നൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതലും ഒന്നുകിൽ വിതിൻ ക്ലൗഡ് തന്നെ ഈ ഡിസ്ചാർജ് നടക്കും. പോസിറ്റീവ് ഏരിയയും നെഗറ്റീവ് ഏരിയയും ഉണ്ടായിരിക്കും. അത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നിട്ട് ഡിസ്ചാർജ് ചെയ്തു പോകും. അത് വിതിൻ ക്ലൗഡ് നടക്കുന്നുണ്ട്, ക്ലൗഡ് ടു ക്ലൗഡ് നടക്കുന്നുണ്ട്, ക്ലൗഡ് ടു ഗ്രൗണ്ട് നടക്കുന്നുണ്ട്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോബലി നടക്കുന്ന ലൈറ്റ്നിങ്ങിൻ്റെ ഒരു 10% മാത്രമേ, 10 മുതൽ 15% മാത്രമേ ക്ലൗഡ് ടു ഗ്രൗണ്ട് ലൈറ്റ്നിങ് നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പരിധിവരെ സേഫാണ്. ബാക്കിയെല്ലാം നമ്മുടെ ചുറ്റും ഇങ്ങനെ അന്തരീക്ഷത്തിനുള്ളിലാണ്. നമുക്ക് ചില സമയത്ത് കാണില്ല അന്തരീക്ഷത്തിൽ ഇങ്ങനെ ലാറ്ററലായിട്ട് പോകുന്നത്, അത് പക്ഷേ താഴെ എത്തത്തില്ല. അപ്പം അങ്ങനത്തെ ലൈറ്റ്നിങ് ആണ് പലപ്പോഴും കൂടുതലായിട്ട് നടക്കുന്നത്.